ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക പോളിംഗ് ആരംഭിച്ചു. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ തന്നെ ഇത്തവണത്തെ പൊതുതിരഞ്ഞെടുപ്പ് മാറ്റുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൺസർവേറ്റീവ് പാർട്ടി ഇത്തവണ ഏറ്റവും വലിയ തകർച്ച നേരിടുമെന്നാണ് പ്രവചനം. ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീഴുമെന്നും പോളുകൾ പറയുന്നു. 14 വർഷമായി ബ്രിട്ടൻ ഭരിക്കുന്നത് കൺസർവേറ്റീവുകളാണ്. ലേബർ പാർട്ടി ഇത്തവണ കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ലേബർ പാർട്ടിക്ക് ഇത്തവണ വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേകളെല്ലാം പറയുന്നത്. മൃഗീയ ഭൂരിപക്ഷം ലേബർ പാർട്ടിക്ക് നൽകരുതെന്ന് സുനക് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് തോൽവി ഉറപ്പിക്കുന്നതായിരുന്നു. നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുമെന്നാണ് സുനക് പറഞ്ഞത്. ബ്രിട്ടനിലെ വോട്ടെടുപ്പിൽ 650 പാർലമെന്ററി സീറ്റുകളാണ് ഉള്ളത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് തുടങ്ങിയിടങ്ങളിലായിട്ടാണ് ഇത്രയും മണ്ഡലങ്ങളുള്ളത്. രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ പോളിംഗ് സ്റ്റേഷനുകൾ തുറന്നിരിക്കും. മൊത്തം 40,000 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. 46 മില്യൺ വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പുതിയ വോട്ടർ ഐഡിയും ഇത്തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാളെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിക്കും. ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമർ അടുത്ത പ്രധാനമന്ത്രിയാവുമെന്നാണ് അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നത്. ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് അനുഭവമുള്ള പാർട്ടിയാണ് ലേബർ. കൺസർവേറ്റീവുകൾ അഥവാ ടോറികൾ ഇത്തവണ പ്രതിരോധത്തിലാണ്. വിലക്കയറ്റം മുതൽ തൊഴിലില്ലായ്മ വരെ ഋഷി സുനകിന് തിരിച്ചടിയാണ്. പുതിയ അവസരങ്ങളും പ്രതീക്ഷകളും വാഗ്ദാനം ചെയ്താണ് സ്റ്റാർമർ പ്രചരണം നടത്തിയത്. കാലാവധി തീരും മുമ്പേ സുനക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ജയിക്കാമെന്നുള്ള തന്ത്രത്തിലായിരുന്നു ഈ നീക്കം. എന്നാൽ കൺസർവേറ്റീവുകൾക്ക് തുടർച്ചയായ 5ാം ജയം ഉണ്ടാവില്ലെന്ന് സുനക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹാഭൂരിപക്ഷം ലേബറിന് നൽകരുതെന്നാണ് അഭ്യർത്ഥന. അതേസമയം ഋഷി സുനകിന്റെ തന്ത്രങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. സ്വന്തം മണ്ഡലമായ റിച്ച്മോണ്ട് ആൻഡ് നോർത്താംപ്ടണിൽ വരെ സുനക് പരാജയപ്പെടുമെന്നാണ് അഭ്യൂഹങ്ങൾ. 2019 27,000 വോട്ടിന് സുനക് ജയിച്ച മണ്ഡലമാണിത്. കൺസർവേറ്റീവുകൾ ഇവ തള്ളുന്നുണ്ടെങ്കിലും സുനകിന്റെ വിശ്വസ്തർ അദ്ദേഹം ഇവിടെ നടക്കുന്ന കടുത്ത മത്സരത്തിൽ ആശങ്കയിലാണെന്ന് സ്ഥിരീകരിച്ചതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിൽ കൺസർവേറ്റീവുകൾ വൻ വിജയം നേടിയിരുന്നു. 365 സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തിയത്. 80 സീറ്റിന്റെ ഭൂരിപക്ഷം പാർട്ടിക്കുണ്ടായിരുന്നു. ലേബർ പാർട്ടി 202 സീറ്റായിരുന്നു നേടിയത്. SNP 48 സീറ്റുകളും ലിബറൽ ഡെമോക്രാറ്റ്സ് 11 സീറ്റുകളും നേടി. എന്നാൽ കൺസർവേറ്റീവുകളുടെ 8 വർഷത്തെ ഭരണത്തിൽ 5 പ്രധാനമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം വോട്ടർമാരെ അകറ്റിയെന്നാണ് സൂചന. ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാർമർ ബ്രിട്ടനെ സംബന്ധിച്ച് പുതിയൊരു പ്രതീക്ഷയാണ്. 2020 ജെറമി കോർബിനിൽ നിന്നാണ് അദ്ദേഹം പാർട്ടിയുടെ സുപ്രധാന നേതൃപദവി ഏറ്റെടുത്തത്. പാർട്ടിയിൽ നിന്ന് ജൂതവിരുദ്ധത ഇല്ലാതാക്കുകയും നിലപാടിൽ ഉറച്ചു നിന്നുള്ള നേതൃത്വവുമാണ് സ്റ്റാർമറെ പാർട്ടിയിലും പൊതുമധ്യത്തിലും പ്രിയങ്കരനാക്കിയത്. സറയിലെ ഒരു തൊഴിലാളി കുടുംബത്തിലാണ് സ്റ്റാർമർ ജനിച്ചത്. ഒരുപാട് കഷ്ടപ്പാടുകൾ കടന്നാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയത്. പിതാവുമായി അത്ര നല്ല ബന്ധം സ്റ്റാർമർക്ക് ഇല്ലായിരുന്നു. അമ്മ ഒരു നഴ്സായിരുന്നു, പക്ഷേ നിത്യരോഗിയായിരുന്നു. ലേബർ പാർട്ടിയുടെ സ്ഥാപകനായ കീർ ഹാർഡിയോട് ആദരസൂചകമായിട്ടാണ് സോഷ്യലിസ്റ്റുകളായ സ്റ്റാർമറിന്റെ മാതാപിതാക്കൾ ആ പേര് നൽകിയത്. 3 ദശാബ്ദം നീണ്ട അഭിഭാഷക കരിയറിൽ മനുഷ്യാവകാശ കേസുകളിലാണ് അദ്ദേഹം വാദിക്കാനെത്തിയത്. കരീബിയയിലും ആഫ്രിക്കയിലും വധശിക്ഷ കാത്തു കഴിയുന്ന തടവുകാർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇടപെട്ടിരുന്നത്. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സ്റ്റാർമർ നൽകിയ സംഭാവനകളുടെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആദരിച്ചിരുന്നു. വളരെ വൈകിയാണ് സ്റ്റാർമർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. 52-ാം വയസ്സിലായിരുന്നു പ്രവേശനം. ഹോൾബോൺ ആൻഡ് സെന്റ് പാൻക്രാസിൽ നിന്നാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. അഭിഭാഷകനെന്ന നിലയിലെ മികവാണ് രാഷ്ട്രീയത്തിലും ശോഭിക്കാൻ കീർ സ്റ്റാർമറെ സഹായിച്ചത്. ലേബർ നേതാവ് ജെറമി കോർബിന് കീഴിൽ ഷാഡോ ബ്രെക്സിറ്റ് സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ആരോഗ്യ മേഖലയിലെ കൂടുതൽ നിയമനങ്ങൾ, അധിക നികുതി കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളും സ്റ്റാർമർ മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ അനധികൃത കുടിയേറ്റം തടയുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ വീടുകൾ, പാർപ്പിട പദ്ധതി, വിദ്യാഭ്യാസ രംഗത്ത് 6500 അധ്യാപകരെ നിയമിക്കുന്നതും അവർക്ക് ശമ്പളം നൽകുന്നതിനുള്ള മാർഗങ്ങളുമെല്ലാം സ്റ്റാർമർ പ്രചരണ വേളയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു.